തലസ്ഥാന നഗരത്തിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ നേമത്തും വട്ടിയൂർക്കാവിലും CPM-ന് പാടെ അടിതെറ്റി. കഴക്കൂട്ടത്ത് പിടിച്ചു നിൽക്കാനായപ്പോൾ തിരുവനന്തപുരം സെൻട്രലിലും തിരിച്ചടി നേരിട്ടു. നേമത്തും വട്ടിയൂർക്കാവിലും കുതിച്ചു കയറിയ BJP കഴക്കൂട്ടത്തും കരുത്ത് കാട്ടി. വട്ടിയൂർക്കാവും തിരുവനന്തപുരവുമാണ് UDF-ന് തുണയായത്. രാജീവ് ചന്ദ്രശേഖരൻ വലിയ ഉത്കണ്ഠയിലാണ്. ഈ പൂട്ടിയ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിരുന്നല്ലോ. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെക്കടയിലേക്ക് പോയപ്പോൾ പൂട്ടിയത് തന്നെ തുറക്കാൻ വലിയ പ്രയാസമായിരിക്കും എന്നുള്ളവരും മനസ്സിലായത്. നിയമസഭയിൽ BJP-യുടെ അക്കൗണ്ട് സ്ഥിരമായി പൂട്ടിച്ചത് ആണെന്നാണ് വോട്ടെടുപ്പിന് ശേഷം നേമം MLA കൂടിയായ V. ശിവൻകുട്ടി പറഞ്ഞത്. എന്നാൽ അതത്ര എളുപ്പമാകില്ലെന്ന് തെളിയിക്കുന്നതായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡുകളിലെ ഫലം. 9 കൗൺസിലർമാരുണ്ടായിരുന്ന ഇടതുമുന്നണി 4-ൽ ഒതുങ്ങി. BJP ആകട്ടെ നേരത്തെ ഉണ്ടായിരുന്ന 13 വാർഡുകൾ നിലനിർത്തി. 5 വാർഡ് അധികം നേടുകയും ചെയ്തു. UDF 1 വാർഡിൽ ഒതുങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേമത്തെ CPM-നെ കാത്തിരിക്കുന്നത് കടുത്ത പരീക്ഷണമെന്നുറപ്പാണ്. മേയർ ബ്രോയിലൂടെ പിടിച്ചെടുത്ത വട്ടിയൂർക്കാവ് തദ്ദേശത്തിൽ CPM-നെ കൈവിട്ടു. 12 സിറ്റിംഗ് വാർഡുകൾ ഉണ്ടായിരുന്ന ഇടതുമുന്നണി 3-1 ചുരുങ്ങി. MLA VK പ്രശാന്ത് മണ്ഡലം മുഴുവൻ ഓടി നടന്നിട്ടും 4 മാത്രമാണ് ജയിക്കാനായത്. BJP 8-ൽ നിന്ന് 11 ഉയർന്നു. വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന K. മുരളീധരന് ആത്മവിശ്വാസം നൽകുന്നതാണ് UDF-ന്റെ പ്രകടനം. തിരിച്ചുവരവിന് സൂചന നൽകി 4-ൽ നിന്ന് 9 UDF സീറ്റുകൾ ഉയർത്തി. വലിയ തിരിച്ചടിയിലും ആശ്വസിക്കാവുന്ന ഫലമാണ് CPM-നും കടകംപള്ളി സുരേന്ദ്രനും കഴക്കൂട്ടം നൽകുന്നത്. കഴിഞ്ഞ തവണത്തെ മേൽക്കൈ നിലനിർത്താനായില്ലെങ്കിലും 10 വാർഡുകളിൽ ഇത്തവണയും ഇടതുമുന്നണി ജയിച്ചു. 4 വാർഡുകൾ നഷ്ടമായി. കടകംപള്ളിയുടെ കഴക്കൂട്ടത്തെ എതിരാളി B. മുരളീധരൻ നിറഞ്ഞുനിന്ന് പ്രവർത്തിച്ചപ്പോൾ BJP 5-ൽ നിന്ന് 13 സീറ്റ് ഉയർത്തി. മുരളീധരന് ആത്മവിശ്വാസത്തോടെ കഴക്കൂട്ടത്ത് മത്സരിക്കാം. തീരദേശ മേഖലകൾ അടങ്ങിയ തിരുവനന്തപുരം സെൻട്രലിലെ പ്രകടനമാണ് കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് നഗരസഭയിൽ പ്രതീക്ഷകൾ മറികടന്നുള്ള വിജയം സമ്മാനിച്ചത്. 14 വാർഡുകളാണ് അന്ന് LDF ജയിച്ചു കയറിയത്. അത് ഇത്തവണ 8-ൽ ഒതുങ്ങി. പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ തിരിച്ചുവരവ് നടത്തിയ കോൺഗ്രസ് 2-ൽ നിന്ന് 5-ലേക്ക് ഉയർന്നു. BJP-യെ മോശമാക്കിയില്ല. 3-ൽ നിന്ന് 7 വാർഡുകളാണ് BJP-യുടെ അക്കൗണ്ടിലെത്തിയത്. മാസങ്ങൾക്കിപ്പുറമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടാണ് ഈ മണ്ഡലങ്ങളിൽ മുന്നണികളും നേതാക്കളും തദ്ദേശ പോരിനിറങ്ങിയത്. UDF-നും BJP-ക്കും പ്രതീക്ഷ നൽകുന്ന ഫലമുണ്ടായപ്പോൾ CPM-ന് ആശങ്ക ഉണ്ടാക്കുന്നതാണ് നഗരമണ്ഡലങ്ങളിലെ തദ്ദേശ ഫലം. BV അരുൺ, News 18.